ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ചെമ്പനിപ്പൂവിൽ അത്യാവശ്യം പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങി നല്ല രീതിയിൽ തന്നെ എപ്പിസോഡുകൾ പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഈ ഒരു സമയത്ത് നമുക്കൊരു പക്ഷേ ചന്ദ്രയേക്കാൾ അധികം കുറച്ചും കൂടി ദേഷ്യം കൂടുതൽ തോന്നുന്നത് ശ്രുതിയോടാണ്. കാരണം രേവതിയെ ഏത് സമയത്ത് ചന്ദ്ര കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിലും ഒരു കാരണമില്ലാതെ തന്നെ രേവതിയെ ചതിക്കാനായിട്ടും ഏത് രീതിയിലെ കെണിയിൽപ്പെടുത്താനായിട്ടും നോക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രുതി. രേവതിയെ മാത്രമല്ല, സച്ചിയെയും എന്ത് ചെയ്യണ്ട, സച്ചിക്ക് വേണ്ടിയിട്ട് ഒരു കെണി ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് സഹായം ആർക്ക് വേണമെങ്കിലും ചെയ്യണം. മാത്രമല്ല, സച്ചിയെ കെണിയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പല തന്ത്രങ്ങളും പയറ്റുന്ന ഒരാളും കൂടിയാണ് ശ്രുതി. തൻ്റെ കള്ളത്തരങ്ങളെല്ലാം തന്നെ ഒളിച്ചു വെച്ചുകൊണ്ട് തന്നെ പലർക്കും പാര വെക്കുന്നതിന് നമ്മുടെ ശ്രുതി ഒരുക്കമാണല്ലേ. എന്നാൽ അത്രത്തോളം വിഷം നമ്മുടെ ശ്രുതിക്ക് ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ നമുക്കത് മനസ്സിലാകുന്ന ഒരു കാര്യം. അങ്ങനെ പോകുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ ശ്രുതിക്കായി തന്നെ 8ന്റെ പണി, അതായത് നമ്മുടെ രേവതിനെയും സച്ചിയെയും എല്ലാം ഉപദ്രവിച്ചതിന് പകരമായിട്ട് വലിയൊരു സന്തോഷപൂർവ്വമായിട്ടൊരു എപ്പിസോഡ് നമുക്ക് വരാനിരിക്കുന്നുണ്ട്. അതിന് കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ശ്രുതിയായി തന്നെ താലിമാറ്റ ചടങ്ങിൻ്റെ തന്നെ തൻ്റെ അച്ഛൻ പങ്കെടുക്കുമെന്ന് പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് നമ്മുടെ സച്ചിയെ കെണിയിൽ വീഴ്ത്തിക്കൊണ്ട് തന്നെ ചെറിയ ചെറിയ പദ്ധതികളെല്ലാം തന്നെ ശ്രുതി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും അതെല്ലാം തന്നെ വെള്ളത്തിൽ വരച്ച വര പോലെ ആകുന്നുണ്ട്. എന്നാൽ ശ്രുതി വിചാരിച്ചതിനേക്കാളും വലിയൊരു സംഭവം അവിടെ അരങ്ങേറുന്നുണ്ടല്ലോ. അങ്ങനെ ഈ ഒരു ചടങ്ങ് സച്ചി മുഖേന തന്നെ അലങ്കോലമാവുന്നുണ്ട്. ആ ഒരു ബഹളത്തിനിടയിൽ തന്നെ നമ്മുടെ ചന്ദ്ര ശ്രുതിയുടെ അച്ഛൻ്റെ കാര്യം മറന്നു പോകാനുള്ളൂ. പിന്നീട് ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചിയുടെ വായിൽ നിന്ന് തന്നെ മലേഷ്യ എന്നൊരു വാക്ക് കേൾക്കുകയും ആ ഒരു സമയത്താണ് ശ്രുതിയുടെ അച്ഛൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ചന്ദ്ര ഓർത്തെടുക്കുന്നതും അച്ഛൻ വരാത്തത് എന്താണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കുന്നല്ലേ. അങ്ങനെ പോകുന്ന സാഹചര്യത്തിലാണ് നമ്മുടെ ശ്രുതിക്കായിട്ട് തന്നെ ഒരു ബുദ്ധി തോന്നുകയാണ് തൻ്റെ ഇളയച്ചനെ വീണ്ടും രംഗത്തിറക്കുക. അങ്ങനെ വീരാൻ വീണ്ടും ശ്രുതിയുടെ ഇളയച്ചനായിട്ട് തന്നെ വരുന്നുണ്ട്. ശ്രുതിയുടെ അച്ഛൻ വിദേശത്ത് ജയിലിലാണെന്നും പല ലോയർമാർ ചേർന്ന് ഇദ്ദേഹത്തെ പുറത്തിറക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്നും എല്ലാം തന്നെ ഒരുവിധം കള്ളങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ ചന്ദ്രയെ വിശ്വസിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കേൾക്കുന്ന സമയത്തും ചന്ദ്ര കുറ്റപ്പെടുത്തുന്നത് നമ്മുടെ രേവതിയാണ് കേട്ടോ. കാരണം രേവതി വലതുകാലം എടുത്ത് വെച്ച് ആ വീട്ടിലേക്ക് വന്നതുകൊണ്ടാണ് വീട്ടിലെ മഹാലക്ഷ്മി വരെ വീട്ടിൽ നിന്ന് പുറത്തു പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര രേവതിനെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് സച്ചിയും രവിയും രേവതിയെ ചേർത്ത് നിർത്തി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലേ. അങ്ങനെ പോകുന്ന സാഹചര്യത്തിൽ നമ്മുടെ ശ്രുതിനെ അച്ഛനെ രംഗത്തിറക്കാനാണല്ലോ താൻ ഉദ്ദേശിച്ച രീതിക്ക് കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അച്ഛൻ്റെ സ്വത്തുക്കൾ മുഴുവനും ശ്രുതിക്ക് വന്നു ചേരേണ്ടതാണ്. മാത്രമല്ല, ഒരുപാട് പണങ്ങളും സ്വർണ്ണങ്ങളും എല്ലാമായിട്ട് ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് വരുമെന്നുള്ള സ്വപ്നങ്ങളെല്ലാം തന്നെ ചന്ദ്ര നേരത്തെ കണ്ടിട്ടുള്ളതാണ്. എന്നാൽ ഇതൊന്നും തന്നെ നടക്കാൻ പോകുന്ന കാര്യമല്ല എന്ന് ശ്രുതിക്ക് ഉൾപ്പെടെ നമ്മൾ പ്രേക്ഷകർക്കും അറിയാവുന്ന കാര്യമാണ്. പാവം ചന്ദ്ര ഇതൊന്നും അറിയുന്നില്ല കേട്ടോ. അങ്ങനെ നിലവിലില്ലാത്ത തൻ്റെ അച്ഛന് വേണ്ടിയിട്ട് നമ്മുടെ ചന്ദ്ര ശ്രുതിയുടെ അടുത്തിട്ട് പറയുന്നുണ്ട്, ശ്രുതി ഞാൻ പാമയുമായിട്ട് സംസാരിച്ച സമയത്ത് പാമ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം സാധിച്ചു കിട്ടണമെന്നാണെങ്കിൽ ഇന്നൊരു അമ്പലത്തിൽ ചെറിയൊരു പൂജയും കാര്യങ്ങളും മാത്രമല്ല 41 ദിവസത്തെ വ്രതം അനുഷ്ഠിക്കണം. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ച കാര്യം നടക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എന്താ എൻ്റെ ആന്റിക്ക് എന്താ ഇപ്പം പ്രശ്നം, ആന്റിക്ക് എന്താ ആഗ്രഹം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് എനിക്ക് നിലവിൽ ആഗ്രഹങ്ങളും കാര്യങ്ങളും പ്രശ്നങ്ങളും ഒന്നുമില്ല, പക്ഷേ ഇപ്പോൾ നിനക്കാണ് പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. എൻ്റെ അച്ഛൻ വിദേശത്ത് ഒരു തെറ്റും ചെയ്യാതെ തന്നെ ജയിലിൽ കിടക്കുവാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ എത്രയും വേഗം തന്നെ പുറത്തിറക്കണമെന്നാണെങ്കിൽ ലോയർമാർ വാദിക്കുന്ന അതേ രീതിയിൽ തന്നെ ഈശ്വരന്മാരും കനിയണം. അതുകൊണ്ട് തന്നെ നീ നാളെ മുതൽ 41 ദിവസത്തേക്ക് വ്രതമായിരിക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് ശ്രുതിയാകെ ഞെട്ടിപ്പോവാൻ കേട്ടോ. ശ്രുതി മാത്രമല്ല, ശ്രുതിയുടെ കൂടെ ആ ഒരു സമയത്ത് ശ്രുതിയും ഉണ്ടാവും. ശ്രുതി 41 ദിവസത്തെ വ്രതം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, 41 ദിവസം വ്രതം അമ്മ എന്താ ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അറിയാം 41 ദിവസത്തെ വ്രതം ശ്രുതി നോക്കണം. മാത്രമല്ല 41 ദിവസം ശ്രുതി മാറി കിടക്കണം, നീ കട്ടിലും ശ്രുതി നിലത്തും കിടക്കണം. ഇത് കൂടാതെ തന്നെ നാളെ നമ്മളെല്ലാവരും കൂടി അമ്പലത്തിലേക്ക് ചെല്ലുന്ന ആ ഒരു സമയത്ത് സ്വാമി എന്തൊക്കെ പറയുന്നത് അതെല്ലാം തന്നെ കൃത്യമായി തന്നെ നോക്കണമെന്ന് പറയാട്ടോ. ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ താനായി തന്നെ പറഞ്ഞ കള്ളത്തരങ്ങൾ തൻ്റെ തലയിൽ തന്നെ വന്ന് വീഴുകയാണല്ലോ എന്നൊക്കെ ഓർത്ത് നമ്മുടെ ശ്രുതി ആകെ പെട്ട അവസ്ഥയിലാവട്ടെ. ശ്രുതി പരമാവധി ഒഴിഞ്ഞു മാറാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഗൾഫിലെ ലോയർമാർ വാദിക്കുന്നില്ല ആൻറ്റി, പിന്നെ എന്തുകൊണ്ടിട്ടാണ് ഇതേപോലെ ഒരു വിശ്വാസം കൊണ്ടു നടക്കുന്നത്, ഇതൊന്നും ആവശ്യമില്ല എന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ചന്ദ്രൻ നല്ലൊരു ദൈവവിശ്വാസി ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വഴിപാടും കൂടെ നടത്തിയാൽ മാത്രമേ അച്ഛനെ പുറത്തിറക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെ നമ്മുടെ ശ്രുതിയോടായിട്ട് പറയാം കേട്ടോ. അങ്ങനെ ചന്ദ്രയുടെ നിർബന്ധപ്രകാരം തന്നെ പിറ്റേ ദിവസം ശ്രുതിയെയും കൂട്ടിക്കൊണ്ട്, ശ്രുതി മാത്രമല്ല ആ വീട്ടിലെ എല്ലാവരെയും കൂടി സച്ചിയടക്കം എല്ലാവരെയും കൂട്ടിക്കൊണ്ട് അമ്പലത്തിലേക്ക് ചെല്ലുകയാണ്. ആ ഒരു സമയത്ത് ആദ്യമേ തന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സ് മാറി വരാനായിട്ട് പറയുന്നത്. ഡ്രസ്സ് മാറി വരുന്ന സമയത്ത് ഒരു കാവി കളർ ഡ്രസ്സൊക്കെ ഇട്ട് നമ്മുടെ ശ്രുതി നടന്നു വരുന്നുണ്ട്. അതിനുശേഷം ശ്രുതിയുടെ തല തൊട്ട് കാല് വരെ നല്ല അമ്പലത്തിലെ കിണറ്റിലെ നല്ല തണുത്ത വെള്ളം ഒഴിക്കാണ്ട് ശ്രുതി കടന്ന് കടകടാ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു വിറയലൊക്കെ മാറുന്ന തൊട്ടുപുറകെ തന്നെ ശ്രുതിക്ക് കിട്ടുന്ന അടുത്ത പണി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കയ്യിൽ കർപ്പൂരം കത്തിച്ചിട്ട് 3 തവണ വിഗ്രഹത്തിന് മുന്നിലായിട്ട് ദേവിയെ ഒഴിയണം. ഇത് കേൾക്കുമ്പോൾ തന്നെ ശ്രുതി ആകെ പേടിച്ച് വിറയ്ക്കട്ടെ. എന്നിരുന്നാലും നമ്മുടെ ചന്ദ്ര ശ്രുതിയുടെ കൈ നിവർത്തി പിടിച്ചിട്ട്
കയ്യിൽ കർപ്പൂരം കത്തിച്ച് വെച്ചിട്ട് ചന്ദ്ര തന്നെയാണ് ശ്രുതിയുടെ കൈ 3 തവണ ദൈവത്തിന്റെ വിഗ്രഹത്തിൽ ഒഴുകുന്നത്. ആ ഒരു സമയത്ത് ശ്രുതി ഭയങ്കര കളിച്ചാണ്. അപ്പൊ ശ്രുതിയുടെ കളിച്ചിലേക്ക് കേൾക്കുന്ന സമയത്ത് നമ്മുടെ രേവതിക്ക് സങ്കടമൊക്കെ വരുന്നത്. രേവതി പറയുന്നത് അമ്മ എന്തായാലും ഇത് മതി, ശ്രുതിക്ക് ഇതൊന്നും താങ്ങാനാവുകയില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ശ്രുതി ഇതൊക്കെ സഹിച്ചോളും, അവൾ അവിടെ അച്ഛന് വേണ്ടി ചെയ്യുന്നല്ലേ എന്ന് ചന്ദ്ര പറയാണ്. അങ്ങനെ ശ്രുതി കൈയൊക്കെ പൊള്ളി ഇങ്ങനെ ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് ചന്ദ്ര പറയുന്നത് 3 വട്ടം അമ്പലത്തിനെ പ്രദക്ഷിണം ചെയ്ത് വരണമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ശ്രുതി പറയുന്നത് ആന്റി എനിക്കിപ്പോൾ പറ്റില്ല, ഞാൻ ആകെ ടയേർഡാണെന്ന് പറയുന്ന സമയത്ത് മോളെ ഇതും കൂടെ മതി, ഇതും കൂടി ഉള്ള ലാസ്റ്റ് ആണെന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതി തറയിലേക്ക് കടക്കുകയും നമ്മുടെ ചന്ദ്രയാണ് ശ്രുതിനെ 3 വട്ടം അമ്പലത്തിന്റെ ചുറ്റുമായിട്ട് പ്രദക്ഷിണം ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം തിരുമേനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. തിരുമേനിയുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് തിരുമേനി ചോദിക്കുന്നുണ്ട് മോളുടെ അച്ഛന്റെ പേരും നാളും പറയുന്ന സമയത്ത് ശ്രുതി ഒന്ന് പരുങ്ങുന്നുണ്ട്. ഈ ഒരു കാഴ്ച കാണുമ്പോൾ തന്നെ നമ്മുടെ രേവതിയും ചന്ദ്രയും എല്ലാം അതിശയത്തോട് തന്നെ ശ്രുതിയെ നോക്കുകയാണ്. നിനക്ക് നിന്റെ അച്ഛന്റെ പേരറിയില്ലേ എന്നൊക്കെ ചന്ദ്ര ചോദിക്കുന്ന സമയത്ത് വായിൽ തോന്നിയൊരു പേരെടുത്ത് നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്. മാത്രമല്ല ഒരു നാളിന് പകരമായിട്ട് പറയുന്നത് നമ്മുടെ ഈ മലയാള മാസമാണ്. ഇത് കേൾക്കുന്ന സമയത്ത് ചന്ദ്ര ശ്രുതിനെ നോക്കിയിട്ട് ചോദിക്കുന്നത് ഇത് മലയാള മാസം അല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് രേവതി പറയുന്നത് ഈ മലയാള മാസത്തിൽ വരുന്നതാണ് അശ്വതി, ഭരണി, കാർത്തിക, ഇതിനകത്ത് ഏതെങ്കിലും ഓർമ്മമായിരിക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് ശ്രുതി വേഗം പറയുകയാണ് അശ്വതി നാളാണ് അച്ഛൻ്റെ എന്ന് പറയുകയാണ്. അങ്ങനെ തിരുമേനി ഇങ്ങനെ നമ്മുടെ ശ്രുതിയുടെ അച്ഛന് വേണ്ടിയിട്ട് പൂജയും കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ട് പോയി തിരികെ വരുന്ന സമയത്ത് ശ്രുതിയോട് പറയുന്നുണ്ട് 41 ദിവസം വ്രതം നോക്കണം, മാത്രമല്ല 41 ദിവസവും നിനക്ക് കഴിക്കാനുള്ള ഭക്ഷണം നീ തന്നെ ഉണ്ടാക്കി കഴിക്കണം. അതുകൂടാതെ ഉപ്പ് ഒന്നും ചേർക്കാതെ തന്നെ പച്ചയായി തന്നെ ഭക്ഷണം കഴിക്കണം, ഇറച്ചി മീനും ഒന്നും കൂട്ടാൻ പാടില്ല, ഭർത്താവിന്റെ സാന്നിധ്യം അടുത്തുണ്ടാകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ ലിസ്റ്റുകൾ ഇങ്ങനെ കൊടുക്കുക. ഇതൊക്കെ കേട്ടുകൊണ്ട് തന്നെ നമ്മുടെ ശ്രുതി കണ്ണ് തള്ളി പുറത്തു പോവാണ്. എന്നാൽ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മുടെ സച്ചി ഭയങ്കര സന്തോഷമാവട്ടെ, കാരണം തന്നോട് ചെയ്തതിനേക്കാൾ കൂടുതൽ ദ്രോഹം രേവതിയോടായിട്ട് നമ്മുടെ ശ്രുതി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ശ്രുതിക്ക് കിട്ടുന്ന ചെറിയൊരു ശിക്ഷയാണ് എന്ന് കരുതിക്കൊണ്ട് തന്നെ സച്ചിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് ചെന്നതിന് ശേഷം നമ്മുടെ ചന്ദ്രയായി തന്നെ രേവതിനെ കൊണ്ട് ചെയ്യുന്നതിനേക്കാൾ കഠിനമായി തന്നെ ഓരോരോ കാര്യങ്ങൾ നമ്മുടെ ശ്രുതിനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും മാത്രമല്ല കഴിക്കാനായിട്ടുള്ള ഭക്ഷണം തനിയെ ഉണ്ടാക്കിക്കുകയും പാത്രങ്ങൾ കഴുകിവെക്കുക, അതും നമ്മുടെ ശ്രുതിയെ കൊണ്ട് തന്നെ ചെയ്യിച്ചാൽ മാത്രമാണ് അവരുടെ ആഗ്രഹം സഫലമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അതേ രീതിയിൽ തന്നെ നമ്മുടെ ചന്ദ്ര തന്നെയാണ് ശ്രുതിനെ കൊണ്ട് ചെയ്യിക്കുന്നത്. അപ്പം ഇങ്ങനെയൊരു ഭാഗങ്ങളെല്ലാം നമുക്ക് വരാനിരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.